ഇതേപോലെ തക്കാളിയൊക്കെ വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ വേണം, അതേപോലെ തന്നെ കൃഷിയോട് കുറച്ച് ആത്മാർത്ഥത വേണം. എങ്കിൽ മാത്രമേ ഇതേപോലെ വേനൽക്കാലത്തും നമുക്ക് തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ വേനൽക്കാലത്ത് നല്ല ചൂടാണ്. ആ സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് തക്കാളി വിളവെടുക്കാം. അപ്പം ഞാൻ തക്കാളിയുടെ വീഡിയോ ഒക്കെ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കായൊക്കെ പിടിച്ചു. അതിനകത്ത് ഇനി വിളവെടുക്കാനുള്ളതാണ്. ഇതെത്രയും ഒക്കെ നമ്മുടെ വീഡിയോ കാണിച്ചിട്ട് വിളവെടുക്കുന്ന കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷമമല്ലേ. അപ്പോൾ നമുക്ക് വിളവെടുക്കാം. വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പല ടൈപ്പിലുള്ളതായ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ ആദ്യം കാണിക്കുന്നത് എൻ്റെ ഒരു പഴയ തക്കാളി ചെടിയാണ്. നിങ്ങൾ ചിരിക്കരുത്. ഇതിൻ്റെ അവസാന നിമിഷം വരെയും എനിക്ക് വിളവ് തന്നുകൊണ്ടിരുന്ന ഒരു തക്കാളി ചെടിയാണിത്. കണ്ടോ, നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ടോ അവരും നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. നോക്കി എന്താ കളർന്ന് കണ്ടോ. പാവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കയറിക്കഴിഞ്ഞു. ഇനി നമുക്കതിനെ പറിച്ച് മാറ്റിക്കളയണം. ഇത്രയും ഒരുപാട് വിളവ് എനിക്ക് തന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ പുതിയ തക്കാളിയിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ തക്കാളിയിലെ നിറം കണ്ടോ, നല്ല അടിപൊളി കളറാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും എന്താ ഇത് ഇത്രയും കളർ, എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മായം ചേർത്തിട്ടുണ്ടായിരിക്കും എന്ന് കരുതും. പക്ഷേങ്കിൽ ഒരു മായവും ഇല്ല. നമ്മളിവിടെ ജൈവ രീതിയിൽ തന്നെ ഒരു രാസവളവും ചേർക്കാതെ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണേ. ഒരുമാതിരി പഴുത്തതും കൂടെ ഞാനിഞ്ഞ് വിളവെടുക്കാം. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല മുട്ടൻ തക്കാളിയുമാണ്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വളവും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഒരു ബക്കറ്റിനകത്ത് ഒഴിച്ചിട്ട് അത് കൊണ്ടുവന്ന് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു 2-3 ദിവസം ആ വെള്ളത്തിൽ കിടന്ന് അഴുകിയതിന് ശേഷം ആ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ ചെടിക്കൊക്കെ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം ആയിട്ട് നമുക്ക് തക്കാളി വിളവെടുക്കാം. ഇനിയും തക്കാളി ആരെങ്കിലും നടാനുണ്ടെങ്കിൽ നട്ടോണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പുറത്തോട്ട് കുറേ നിൽപ്പുണ്ട്, അതെല്ലാം നമുക്ക് എടുക്കാം. വെബ്സൈറ്റിൽ കയറി വിത്തുകൾ വാങ്ങിക്കാൻ അറിയാത്തവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണേ. അപ്പം എല്ലാം ഇങ്ങനെ അങ്ങോട്ട് വിളവെടുക്കട്ടെ. ഒരു 2 കിലോയ്ക്കല്ല കേട്ടോ ഇവിടെ നിൽക്കുന്നത്. എന്ത് സന്തോഷം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുമ്പോഴേ. ഇപ്പം ഇനി തൈകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ തൈകൾ വാങ്ങിച്ച് നടാം. അതല്ല വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ വിത്തുകൾ ഇട്ട് കിളിപ്പിച്ചതാണ് കേട്ടോ. ഇവിടെ വരുന്ന വിത്തുകൾ തന്നെ ഞാൻ കുറച്ച് സാമ്പിൾ എടുത്തിട്ട് നടുന്നതാണ്. നോക്കിയാൽ എന്ത് നല്ല നിറം പഴുത്തങ്ങ് കനിഞ്ഞ് നിൽക്കും. അതൊക്കെ ഇത് മനുപ്രഭ എന്ന് പറയുന്നതായ ഒരു തക്കാളിയാണിത്. മനുപ്രഭ, പിന്നെ സാമ്രാട്ട്, ഇങ്ങനെ പല ടൈപ്പിലും ഉണ്ട്. ഒരു ടൈപ്പ് മാത്രമല്ല, എല്ലാത്തിലെയും വിത്തുകൾ വരുമ്പം കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ പാകി നടുന്നു. നോക്കിയാൽ വലിപ്പം കണ്ടോ, നല്ല അടിപൊളി തക്കാളി. നോക്കിയാൽ എന്ത് രസമാണ്. ഇവിടെയൊക്കെ അങ്ങ് നിൽക്കുക. ഇതെല്ലാം നല്ല ഇനി 2 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ നല്ല പരുവായിട്ട് ഇങ്ങനെ പഴുത്ത് നിന്നോളും. കണ്ട് ഇതിനകത്തൊക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാ അകത്തോട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാം വിളഞ്ഞ് നിൽക്കുക. കണ്ട് ഇതിലൊക്കെ നിൽക്കുന്നുണ്ട്. വേണ്ട എത്ര എണ്ണ നിൽക്കുന്നത് നോക്കിക്കേ. അപ്പം ഇടയ്ക്കൊക്കെ ഇതിനകത്ത് ഇച്ചിരി ഡോളോമൈറ്റ് നിങ്ങൾ കലക്കി ഒഴിക്കണം. അതിൻ്റെ ചെവിടൊക്കെ അഴുകുകയെന്നുണ്ടെങ്കിൽ, ഈ തക്കാളിയുടെയൊക്കെ ചെവിട് ഭാഗം അഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് ഇച്ചിരി ഡോളോമൈറ്റ് കലക്കി ഒഴിക്കണം. പിന്നെ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് എന്തായാലും ഇതൊക്കെ നടാവും. അപ്പം വിത്തുകളൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ എന്താ വേണമെന്നറിയാമോ, മണ്ണൊക്കെ ഒരുക്കി ഇട്ടേക്കണം. ഗ്രോ ബാഗിനകത്തൊക്കെ ആക്കി ഇട്ടേക്കണം. നോക്കിക്കേ, അടിപൊളി. ഇത്രയും തക്കാളിയൊക്കെ ഈ വേനൽക്കാലത്ത് പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിലേ ഇച്ചിരി നമ്മളിവിടെ കഷ്ടപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. ഈ വേനൽക്കാലത്ത് ഇത്രയും തക്കാളിയൊക്കെ വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ സ്വല്പം നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ മതിയാവും. ഇപ്പം നമ്മൾ വിത്തോ തയ്യോ കൊണ്ടുവന്ന് നട്ടിട്ട് നമ്മൾ വിളവെടുക്കാനായിട്ട് മാത്രം വന്നാൽ നമുക്ക് ഇതേപോലെ കിട്ടത്തില്ല. തീർച്ചയായിട്ടും അതിൻ്റെ കറക്റ്റ് സമയത്ത് അതിന് വരുന്നതായ വളം കൊടുത്തെങ്കിൽ മാത്രമേ ഇതേപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇനിയും തക്കാളി കൃഷി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ തക്കാളി കൃഷി ചെയ്യുക, ഇതേപോലെ വിളവെടുക്കുക.
വിഷമില്ലാത്ത പച്ചക്കറികൾ അങ്ങോട്ട് കഴിക്കുക. ഇത് സോസ് ഉണ്ടാക്കിയോ അച്ചാറിടിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സോസ് ഉണ്ടാക്കുന്നതും തക്കാളി അച്ചാർ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തക്കാളി ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് എൻ്റെ ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.